ഇപ്പോൾ നെന്മാറ ഇരട്ടക്കൊലപാതകം നടന്ന വീട്ടിൽ രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തുകയാണ്. ഇത് തന്നെയാണ് കല്യാണം കഴിച്ചുകൊടുക്കുക ചെയ്ത് പാവം ഇവർ വളരെ റിസ്ക് എടുത്തിട്ടാണ് എല്ലാം ചെയ്തിട്ട് അതെ വേണ്ടി ഗവൺമെന്റിന്റെ ഒറ്റ മൂലമാണ് സംഭവിച്ചത്. അതുപോലെ അവർക്ക് പോലെ മെഡിക്കൽ കോളേജൊക്കെ വിചാരിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് മാറ്റാതെ നമ്മുടെ കോപ്പറേറ്റീവ് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലൊക്കെ ശമ്പളം വിളിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ. ഇതൊന്നും വിളിച്ചാൽ നടക്കുമല്ലോ. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ പറ്റും. ഇവിടുത്തെ ചെയ്യാൻ രണ്ടു തന്നെ നിയമസഭയിൽ കൊടുത്തിട്ട് നമ്മുടെ വിളിച്ച് ഗവൺമെന്റ് പോയത് നല്ലൊരു പരിചയമായതുകൊണ്ട് കാര്യം ഒരു ഒന്നും പറഞ്ഞ എത്രയും അങ്ങനെ ഒരു മനുഷ്യൻ പ്രാർത്ഥനയാണ്. അല്ലാതെ അതിനൊക്കെ പക്ഷെ അയാൾ പറയുന്ന ഒരു പോലീസ് ഒരു എന്നൊക്കെ പറയുന്നുണ്ട് 3 ആളുകളുണ്ട്. അത് അയാളുടെ ഭർത്താവിനെയും കൊല്ലുന്ന മോളുടെ ഭർത്താവിനെയും ഭാര്യയും കൊല്ലുന്നുണ്ടപ്പോൾ ആൾ നിൽക്കണം. അവര് തമ്മിൽ ഉറക്കിപ്പോയത് ഇവരുടേത് എന്നൊക്കെ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് ഈ കുട്ടി ഇവിടുന്ന് പോയി അച്ഛനെ കാണാൻ വേണ്ടി. നെന്മാറ എത്തിയിട്ട് അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ മോളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി അങ്ങോട്ട് കുട്ടി അങ്ങോട്ട് പോകേണ്ടതായിരുന്നു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങി. അപ്പം നെന്മാറ ഇങ്ങോട്ടേക്ക് വിളിച്ചു. അല്ലെങ്കിൽ ആ കുട്ടി നെന്മാറയിൽ നിൽക്കുന്നുണ്ട് അച്ഛനെയും കണ്ടു. അതാണ് സംഭവം. കൊല്ലപ്പെട്ട സുധാകരന്റെ 2 പെൺമക്കളെ കാണാനെത്തിയതാണ് രമേശ് ചെന്നിത്തല. പ്രസാദ് ഉറുമശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, എന്താണ് രമേശ് ചെന്നിത്തല പറയുന്നത്? അതിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളെ കാണുകയാണ്. അതുല്യയും കാണുകയാണ്. ഈ സംഭവത്തിൽ ഇവിടുത്തെ ഒപ്പം രമേശ് ചെന്നിത്തലയോട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് വീട്ടുകാരെല്ലാം പറയുന്നത് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു. ഇക്കാര്യമെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഈ ചെന്താമര ചെന്താമരയുടെ തന്നെ കുടുംബങ്ങൾ ഭാര്യയും മരുമകനെയും എല്ലാം കൊല്ലുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ കുടുംബം നേരിടുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ 2 മക്കളെയും കാണുകയാണ്. അവരിൽ നിന്നും സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇന്നലെ ചെന്താമരയെ ഇവിടെ നിന്നും ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റിയിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് സുരക്ഷാ കാരണങ്ങളാണ്. ഒന്ന് ചെന്താമരയോടൊപ്പം സഹതടവുകാർ താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കി. അങ്ങനെയാണ് അയാളെ ഏകാന്ത തടവിന് വേണ്ടി വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചെന്താമര പിടിയിലായ സമയത്തും ഒരു തരത്തിലുള്ള കുറ്റബോധവും ഒന്നും പഞ്ചായത്തിന്റെ പരിധിക്കാൻ പാടില്ല കൊടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവരെ കാണാനും ആശ്വസിപ്പിക്കാനും എത്തിയതാണ് രമേശ് ചെന്നിത്തല. എന്തായാലും ഈ കുട്ടികളുടെ സംരക്ഷണവുമായി ഒക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസ്
വ്യക്തമായ ഇടപെടലുകൾ നടത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.